ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. തിരക്കേറിയ ലക്കിടി കൂട്ടുപാത കവലയിൽ മുന്നൊരുക്കമില്ലാതെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം തുടങ്ങിയത് ആശയക്കുഴപ്പത്തിലാക്കി. മുന്നറിയിപ്പും റോഡിൽ മതിയായ മാർക്കിങ്ങുമില്ലാതെ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചതാണ് ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് ലൈറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇതറിയാതെ എത്തിയ വാഹനങ്ങൾ പലതും റെഡ് സിഗ്നൽ വീണത് കാണാതെ മുന്നോട്ടു പോയി. ബസ്സുകൾ ഉൾപ്പെടെ ആശയക്കുഴപ്പത്തിലായി. റെഡ് സിഗ്നൽ വീഴുന്ന ഘട്ടങ്ങളിൽ എവിടെ വാഹനങ്ങൾ നിർത്തണമെന്നത് സംബന്ധിച്ച് റോഡിൽ മാർക്കിങ്ങുകൾ ഇല്ലാത്തതായിരുന്നു ആദ്യ ദിവസത്തെ പ്രശ്നം. പാലക്കാട് കുളപ്പള്ളി പ്രധാന പാതയിൽ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. തിരുവില്ലാമല റോഡ് പാലക്കാട് കുളപ്പള്ളി പാതയിൽ ചേരുന്ന ഭാഗത്താണിത്. പാലക്കാട് ഒറ്റപ്പാലം ഭാഗങ്ങളിലേക്കും തിരുവില്ലാമല ഭാഗത്തേക്കുമുള്ള ഗതാഗതത്തെ നിയന്ത്രിക്കാനാകുന്ന നിലയിലാണ് പകൽ മുഴുവൻ സിഗ്നൽ ലൈറ്റുകളുടെ ക്രമീകരണം. രാത്രി 8-ന് ശേഷം ഇത് ബ്ലിങ്കിംഗ് ലൈറ്റുകളായി മാറും. സിഗ്നൽ സംവിധാനം ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം കഴിയുകയൊക്കെ ചെയ്തു. ഇപ്പോഴും വാഹനങ്ങൾ സിഗ്നലിൽ നോക്കാണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ആ സീബ്ര ലൈനിലൊന്ന് വരയ്ക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് അത്യാവശ്യമാണ്. വണ്ടികൾ പലതും കയറിയിട്ടാണ് നിൽക്കുന്നത്. ഈ തിരുവിലാവിലെ എന്ന് പറഞ്ഞ വണ്ടിക്ക് അതിൻ്റെ സിഗ്നലിൻ്റെ കറക്റ്റായിട്ട് ഇത് വന്നിട്ടില്ല. എന്നാലും ജനങ്ങളത് വണ്ടിക്കാർ അത് നോക്കാണ്ട് തെറ്റിച്ച് പോവുകയാണ്. അത് എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഇതിൻ്റെ മോണിറ്റർ കമ്മിറ്റി നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.